നമ്മുടെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും. ആഭ്യന്തര മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്ത് വെച്ച് ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരള പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. നാട്ടിൽ വ്യാപകമാകുന്ന സിന്തറ്റിക് ഡ്രഗ്സിന്റെ കച്ചവടവും ഉപയോഗവും തടയാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടും. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികളും ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കും. ലഹരിമരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും അവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഒരു ഡിജിറ്റൽ എനേബിൾഡ് സിസ്റ്റം സ്ഥാപിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഒരു ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പെട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. കൂടാതെ സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പാക്കിയും ലഹരി മാഫിയയിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. കുട്ടികളെ ലഹരിക്ക് ഇരയാക്കുന്ന സംഘങ്ങളെ വേരോടെ പിഴുതെറിയുക തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, വിൽക്കുന്നവർ, ഉറവിടങ്ങൾ, ഏജന്റുമാർ എല്ലാം കർശന നിരീക്ഷണത്തിലാക്കും. അന്തർ സംസ്ഥാന ലഹരി മാഫിയക്കെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കും. കെമിക്കൽ, സിന്തറ്റിക് നാർക്കോട്ടിക്സ്, ഹൈബ്രിഡ് ഗഞ്ച എന്നിവയുടെ ഒഴുക്ക് തടയാൻ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തും. സ്കൂൾ പരിസരങ്ങളിലെ പുകയില വിൽപ്പനയ്ക്കും 5 സ്റ്റാർ ഹോട്ടലുകൾ, DJ പാർട്ടികൾ, കായലുകളിലെയും കടലിലെയും പാർട്ടികളിലെയും ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും എതിരെ കർശന നടപടികളും സ്വീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനിടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് സർക്കാർ പ്രഖ്യാപിച്ച നാർക്കോ ഹണ്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെയും പരിശോധന നടത്തി. ലഹരി വിൽക്കുന്ന ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി ഗുളികകൾ വിതരണം ചെയ്യുന്ന ഉത്തർപ്രദേശുകാരൻ മെഹദീൻ നസീറിനെയാണ് മേൽപ്പറമ്പ് SIPക്ക് അബ്ബാസും സംഘവും പിടികൂടിയത്. കളനാട്ടെ സലൂൺ കടയിൽ ജോലിക്കാരനായ ഇയാൾ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഈ ലഹരി ഗുളികകൾ കൈമാറിയത്. കളനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കിഴക്കേ ഗേറ്റിന് സമീപം ഒരാൾ തിളക്കമുള്ള എന്തോ ഒരു സാധനം കുട്ടിക്ക് കൈമാറുന്ന ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംഘം അയാളെ വളയുകയായിരുന്നു. വെളുപ്പും ചുവപ്പും നിറമുള്ള 3 ഗുളികകൾ അടങ്ങിയ സ്ട്രിപ്പാണ് കുട്ടിക്ക് നൽകിയത്. ലഹരി ഉണ്ടാക്കാനുള്ള ഈ ഗുളിക മാനസിക അസുഖങ്ങൾക്ക് ഡോക്ടറുടെ കുറിപ്പ് പ്രകാരം നൽകുന്നതാണെന്നും പോലീസ് പറയുന്നു. മുഖത്തിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഗുളികകളുടെ 8 സ്ട്രിപ്പുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ ജോലി ചെയ്യുന്നത് സെലൂണിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ സെലൂൺ പണ്ട് ബാർബർ ഷോപ്പുകളായിരുന്ന കാലം മുതൽക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കെമിക്കൽ, സിന്തറ്റിക് ലഹരിയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നാടൻ കഞ്ചാവ് കിട്ടിയിരുന്ന പല ബാർബർ ഷോപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അക്കാലത്ത് നാട്ടിൻപുറത്തൊക്കെ കവിയരങ്ങ് എന്ന പരിപാടി നടത്താറുണ്ടായിരുന്നു. ഇന്നത്തെ സാംസ്കാരിക നായകന്മാരായി അറിയപ്പെടുന്ന ചില കവികളൊക്കെ അന്ന് ഈ കവിയരങ്ങിൽ പങ്കെടുക്കാൻ വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് അടുത്തുള്ള ബാർബർ ഷോപ്പുകളാണ്. അവർക്ക് വേണ്ട ആ എനർജി അന്ന് കിട്ടിയിരുന്നത് ഈ കടകളിൽ നിന്നുമായിരുന്നു. ഇന്നും അതിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന പല സെലൂണുകളിലും വിദ്യാർത്ഥികളുടെ തിരക്ക് കാണാവുന്നതാണ്. സെലൂണുകൾ മാത്രമല്ല, എല്ലായിടവും പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതേപോലെ വാഹന പരിശോധനകളും കർശനമാക്കണം. അത് രാവിലെ പോലും മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ ചേരിപ്പായുന്ന പ്രൈവറ്റ് ബസ്സുകൾ എല്ലാം തന്നെ ചെക്ക് ചെയ്യണം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറികൾ എന്നിങ്ങനെ ലഹരി കടന്നുവരുന്ന എല്ലാ വഴികളും അടക്കണം. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്താൽ മാത്രം പോരാ, അതിനുള്ള ശിക്ഷയും കർശനമാക്കണം. പലപ്പോഴും നമ്മൾ കാണുന്ന വാർത്തയാണ് ലഹരി കേസിൽ അകത്തായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പിടിയിലായി എന്നതൊക്കെ. അതിനെല്ലാം മാറ്റം വരണം. സർക്കാരിന്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊപ്പം ജനങ്ങളും അണിചേരണം. സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയുടെ കണ്ണികൾ പൊട്ടിക്കാൻ ആ ഒരു കൂട്ടായ്മയാണ് വേണ്ടത്.